ബി സന്ധ്യയുടെ കവിതാലോകം. നഥുലയിലെ ഭിക്ഷു കവിത. ഇത് എഴുതാനുണ്ടായ സാഹചര്യം ആദ്യം പറയാം. സിക്കിമിൻ്റെ ഉത്തരഭാഗത്ത് നഥുല പാസ്, നമ്മുടെ ധീര ജവാന്മാർ കാക്കുന്ന ആ ഭൂമിക വളരെ ഉയരത്തിലായതുകൊണ്ട് ജവാന്മാർ ഞങ്ങളെ സ്വീകരിക്കുമ്പോൾ ആവി പറക്കുന്ന ഒരു കപ്പ് ചൂട് ചായ തന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വലിയ വേഗത്തിലൊന്നും നടക്കണ്ട, ഇവിടെ നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ശ്വാസം കിട്ടാതെ വരും, കാരണം അത്രയും ഉയരമുള്ള സ്ഥലമാണ്, ഓക്സിജൻ കുറവാണ്. ഈ സ്ഥലത്ത് ബുദ്ധിസ്റ്റ് മൊണാസ്ട്രികളുണ്ട്, തദ്ദേശീയരായ ആളുകളെ കാണാം, ആൻറ്റിക് ഷോപ്പുകൾ കാണാം, മേഞ്ഞു നടക്കുന്ന യാക്കുകളെ കാണാം. അപ്പോൾ ഈ ഒരു യാത്രയിൽ എനിക്കുണ്ടായ ഒരു അനുഭവം ആണ് നഥുലയിലെ ഭിക്ഷു എന്ന കവിത. ആകെ വെണ്മയാം തൂമഞ്ഞു കട്ടയും മറ്റൊരു വെണ്മക്കെട്ടായ മേഘവും ഒത്തൊരുമിച്ചു പുൽകുന്ന ദിക്കെത്തി യാക്കുമേയുന്ന മേടുകൾ പിന്നിട്ട് സ്വപ്നയാത്രയിൽ മാത്രം ദർശിച്ചൊരു ദേവലോകമാം സ്വർഗമിതു താനോ. മേഘക്കെട്ടുകളൊന്നൊന്നായി വന്നെൻ്റെ കാലടികൾക്കും താഴെയായി പാറുന്നു. ഇന്ത്യ തന്നെ ധീരജവാൻ കാക്കും നമ്മുടെ മോഹഭൂമി തൻ ബോർഡറിൽ ചൈന തൻ വൻമതിൽ കാണാനുണ്ടിനി. തുംഗഭൂമിയിൽ ചട്ടകൾ ചാർത്തിപ്പോയി മോഹശൃംഗങ്ങളമ്പരം പുൽകവേ എത്തി ഞാനിതാ തുംഗമാം ഭൂമിയിൽ. സിക്കിമിൻ്റെയും ഉത്തരമായുള്ള ദിക്കിലിന്ത്യയെ ക്രാന്തമായി ദർശിപ്പാൻ ഭിക്ഷാപാത്രവുമായി നടകൊള്ളുന്ന ബുദ്ധസന്യാസി ആദ്യമാം കാഴ്ചയായി. ലക്ഷണമെത്ര ശുദ്ധമെന്നോർത്തു ഞാൻ ധ്യാനിച്ചാശ്വാസം കൊള്ളുന്ന നേരത്ത് ആൻറ്റിക്കാകുന്ന പാത്രങ്ങൾ മാലകൾ അല്ല ലോകങ്ങളാകവേ കിട്ടുവാൻ ഉണ്ടെന്നു തോന്നും ഷോപ്പൊന്നു കണ്ടു ഞാൻ. എന്മിഴീണ പായിച്ചു ദിക്കതിൽ കണ്ടേൻ ശാന്തഗംഭീരനാം ഭിക്ഷുവും മെല്ലവേ നട കൊണ്ടിതു ഷോപ്പിങ്കൽ. ഭിക്ഷാപാത്രത്തിൽ നിന്നൊരു നാണയ തുട്ടെടുത്തെന്തോ മന്ത്രിച്ചു നിൽക്കുന്നു. മോഹവും മോഹഭംഗവുമില്ലാത്ത ഭിക്ഷു ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന കാഴ്ച കണ്ടെൻ്റെ ഉൾക്കാഴ്ച വർദ്ധിക്കേ ആൻറ്റിക്കിൻ വില പേശി നിന്നിടിനേൻ. ആകെ വെണ്മയാം തൂമഞ്ഞു കട്ടയും മറ്റൊരു വെണ്മക്കെട്ടായ മേഘവും ഒത്തൊരുമിച്ചു പുൽകുന്ന ദിക്കെത്തി യാക്കുമേയുന്ന മേടുകൾ പിന്നിട്ട്.